പീറ്റേഴ്സ്ബർഗിലെത്തിയ പ്രധാനമന്ത്രിക്ക് റഷ്യയിൽ ആചാരപരമായ വരവേൽപ്പാണ് ലഭിച്ചത്. പിസ്കാരിയോവ്സ്കോയ് ശ്മശാനം സന്ദർശിച്ച പ്രധാനമന്ത്രി രണ്ടാം ലോക മഹായുദ്ധത്തിനിടെ ലെനിൻഗ്രാഡിൽ നടത്തിയ ഉപരോധത്തിൽ കൊല്ലപ്പെട്ട 5 ലക്ഷം റഷ്യക്കാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ശേഷമായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുച്ചിനുമായുള്ള പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച. ഇന്ത്യക്ക് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അംഗത്വം ലഭിക്കാൻ സഹായിച്ചതിന് പ്രസിഡന്റ് പുച്ചിന് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. ഇന്ത്യ റഷ്യ ബന്ധത്തിൽ ഇതുവരെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടില്ലെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രസിഡന്റ് പുച്ചിൻ പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള സഹകരണം കാരണം ഇന്ത്യയുമായുള്ള ബന്ധത്തിന്റെ ദൃഢതയിൽ കുറവൊന്നും ഉണ്ടായിട്ടില്ല. പാകിസ്ഥാനുമായി റഷ്യയ്ക്ക് കാര്യമായ സൈനിക സഹകരണമില്ലെന്നും പുച്ചിൻ വ്യക്തമാക്കി. 12 വാണിജ്യ സാങ്കേതിക സഹകരണ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. റഷ്യൻ പ്രസിഡന്റ് നൽകിയ സ്വകാര്യ അത്താഴവിരുന്നിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. കൂടംകുളം ആണവ നിലയത്തിന്റെ 5-6 യൂണിറ്റുകളുടെ നിർമ്മാണത്തിനായുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ നിർമ്മിച്ചതാണ് കൂടംകുളം ആണവ നിലയം. 1000 മെഗാവാട്ട് വീതം ശേഷിയുള്ള 2 യൂണിറ്റുകളുടെ നിർമ്മാണ കരാർ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയ നേട്ടമാകും. വെള്ളിയാഴ്ച സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഇക്കണോമിക് ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.